ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ മൈക്രോ ബ്ലീഡിങ്ങിൻ്റെ അപ്ഡേറ്റ് അറിയണ്ടേ? ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഉള്ള ഒരാൾ മൈക്രോ ബ്ലീഡിങ് കൂടെ ചെയ്യുമ്പോൾ നല്ലോണം നമുക്ക് ഡിസ്റ്റർബ് ആവും. അങ്ങനെ നല്ല തലവേദനയായിരുന്നു. ആൻഡ് ഞാൻ ഈ ഒരു മൈക്രോ ബ്ലീഡിങ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയിക്കൂടെ, അല്ലെങ്കിൽ വെയിൽ അധികമായിട്ട് അടിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം പിഗ്മെൻറ്റ്സ് കുറച്ച് അധികം പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് പുറത്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പുറത്ത് പോയായിരുന്നു. ആൻഡ് ഇതെൻ്റെ സെക്കൻഡ് ഡേ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് വിസിബിളായിട്ടുള്ള ജസ്റ്റ് ഒരു ചേഞ്ച് അറിയാൻ പറ്റും. ഒരു സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് കളറൊന്ന് ഫെയ്ഡായി വരുന്നുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സ്ട്രോക്സ് ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആയി വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ നമുക്ക് ആ നെറ്റിൽ നിന്ന് തൊടാൻ പറ്റാത്തത്ര എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം പെയിൻ സഹിക്കുന്ന ആളാണ്. പക്ഷേ മൈഗ്രെയിനും കൂടി ഉള്ളതുകൊണ്ട് കണ്ണും കൂടി ആയതുകൊണ്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇതെൻ്റെ തേർഡ് ഡേ ആണ്. തേർഡ് ഡേ എന്ന് പറയുമ്പോൾ കുറച്ചായിട്ട് എനിക്ക് സ്കാബ്സ് ഫോം ചെയ്യണതിന് മുന്നേ എന്താ പറയുക, നമുക്കൊരു വലിഞ്ഞു മുറുകിയ ഫീല്, ആ ഒരു ഫീല് നമ്മുടെ 2 ഐബ്രോസിലും കാണുമായിരിക്കും. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്കായിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് തോന്നും. ബിക്കോസ് സെക്കൻഡ് തേർഡ് ഡേ കുറച്ച് ഡാർക്കറായിരിക്കും ഷെയ്ഡ്. ആൻഡ് ഞാൻ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരുപാട് ജ്യൂസസും പിന്നെ വൈറ്റമിൻ സി കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണുണ്ടായിരുന്നു. ആൻഡ് ഇത് എൻ്റെ 4th ഡേ ആണ്. 4th ഡേയിൽ കണ്ടാൽ അറിയാം, എഡ്ജസിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതാ ഇങ്ങനെ കറക്റ്റായിട്ട് കാണിക്കണേ. ആ ഒരു ഭാഗം പോർഷൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സ്കാബ്സ് ഇളവണുണ്ടായിരുന്നു. ഫ്രണ്ടും ഒരു എൻഡിലൊരു കാര്യങ്ങളും നമുക്ക് ആ ഒരു സ്ട്രോക്സ് ഇല്ലേ, അത് ഭയങ്കരമായിട്ട് റിമൂവ് ചെയ്യണുണ്ടായിരുന്നു അവിടെ നിന്ന്. ആൻഡ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് പേടിച്ചിട്ടും നമുക്ക് ആ ഒരു പ്രോസസ്സിൻ്റെ കറക്റ്റ് ടൈമിൽ ഓരോ കാര്യങ്ങളും അത് നടക്കാറുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു സ്കാബ് ഇളക്കി, എനിക്ക് അത്രയ്ക്കുള്ള ക്ഷമയ്ക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു ചെറുതായിട്ടിങ്ങനെ വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇളക്കുമായിരുന്നു. പിന്നെ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പുറത്തോട്ടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ മാരേജ് ടൈമും കൂടി ആയതുകൊണ്ട് എനിക്കങ്ങനെ വീട്ടിലായിട്ട് ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇതെൻ്റെ ഒരു 5th ഡേ ഒക്കെയാണ്. 5th 6th ഡേ ആയപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ നോർമൽ ഐബ്രോസ് പോലെ തന്നെ ആയിട്ടുണ്ട്. എൻ്റെ ഫേസ് കുറച്ച് വേറെ ആയിട്ടിരിക്കണം. ഞാനൊരു ക്രീം ട്രൈ ചെയ്യണുണ്ടായിരുന്നു. ആ ക്രീം ഇട്ടതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് ഒരുപാട് സ്കാബ്സൊക്കെ അപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. നല്ല വിസിബിളായിട്ടുള്ള ഒരു ചേഞ്ച് ആ സമയം കൊണ്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ ഐബ്രോസൊക്കെ പോലെ തന്നെയാണ്. എനിക്ക് അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനപ്പോൾ. തിക്നെസ് നന്നായിട്ടൊന്നിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് മൈക്രോ ബ്ലീഡിങ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ വലിയ സ്കാബ്സൊക്കെ ഞാൻ ജസ്റ്റ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ മൈക്രോ ബ്ലീഡിങ് ജേർണി.